നമസ്കാരം. പരസ്പരം പിന്തുണച്ചുകൊണ്ടാണ് CPM-ഉം കോൺഗ്രസും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നോർത്ത് ദിനാജ്പൂർ ജില്ലയിലെ റായിഗഞ്ചിലും നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബാഗ്ദയിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇരു പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മുതിർന്ന സംസ്ഥാന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ റണഘട്ട് ദക്ഷിൺ മണിക്തല മേഖലകളിൽ CPM സ്ഥാനാർത്ഥികളുടെയും ബഗ്ദയിലെ മുന്നണി സഖ്യകക്ഷിയായ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ബ്ലോക്കിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയുടെയും പേരുകൾ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ബാഗ്ദയിൽ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള കോൺഗ്രസിന്റെ തീരുമാനം ഇവിടെ കോൺഗ്രസ് ഇടതുമുന്നണി സഖ്യം ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂച്ച് ബീഹാറിലെ കോൺഗ്രസിനെതിരെ ഫെഡറേഷൻ ബ്ലോക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബാഗ്ദയിലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നും സംസ്ഥാന കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിക്കുമ്പോൾ അത് തൃണമൂലിനും BJP-ക്കും കനത്ത പ്രഹരമാണ് ഏൽക്കാൻ പോകുന്നത്. കാരണം ഏതെങ്കിലും വിധേയനെ തൃണമൂലിനെ അധികാരമുഖത്ത് നിന്നും താഴെ ഇറക്കിയേ മതിയാവുകയുള്ളൂ. കാരണം അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന വ്യാജേനെ ജനങ്ങളെ വർഷങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിലെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാകുന്ന സാഹചര്യമാണ് കാണുന്നത്. എല്ലാറ്റിനും പരിഹാരമെന്നോണമുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും ഇടതുപക്ഷ മുന്നണികളും ഇപ്പോൾ ബംഗാളിൽ ചെയ്യുന്നത്. മമതയുടെ ദുർഭരണം ജനം മടുത്ത് ഒരു വഴിയായിരിക്കുകയാണ്. വോട്ടട്ടിമറി നടത്തിയാണോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നിലെത്തി വിജയിച്ചതെന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം EVM മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നവയാണെന്ന് എക്സ് കമ്പനി ഉടമ എലോൺ മസ്ക് പോലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നും കോൺഗ്രസും ഇടതുപക്ഷവും വ്യക്തമാക്കി.